എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഞാൻ മിറർ ഓഫ് മിറാക്കിൾസ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഈ കാര്യത്തിൽ വലിയ അറിവൊന്നുമില്ല. തെറ്റുകൾ വന്നാൽ ക്ഷമിക്കുക. ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം, ഞാനൊരു 3 മാസത്തേക്ക് മക്കളുടെ കൂടെ നെതർലാൻഡിൽ വന്നിരിക്കുകയാണ്. മക്കൾക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ചെറിയ യാത്രയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കൂടി കാണിച്ചു തരിക എന്നതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. ഇന്ന് ഞങ്ങൾ നെതർലാൻഡിലെ ടിൽബർഗ് എന്ന സ്ഥലത്ത് നിന്ന് ഉട്രെക്റ്റ് എന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. വിശാലമായ റോഡുകൾ, സ്വച്ഛമായ പരിസരം. റോഡുകളും സ്ട്രീറ്റ് ലൈറ്റുകളും ഫ്ലൈ ഓവറുകളും എല്ലാം വളരെ വൈജ്ഞാനികമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരു ഇല പോലുമില്ലാത്ത മരങ്ങൾ. ആ കാഴ്ചയും കണ്ണിന് കൗതുകകരമാണ്. വിശാലമായി കണ്ണെത്താ ദൂരം വരെ നല്ല പച്ചപ്പോടു കൂടിയ നിരപ്പായ ഭൂമി. റോഡിൻ്റെ വശങ്ങളിലൂടെ കനാലുകളിലൂടെ വെള്ളം ഒഴുകുന്നു. അവയും കൗതുകകരമാണ്. ഇവിടുത്തെ വീടുകളും കെട്ടിടങ്ങളുമെല്ലാം പഴയകാല നിർമ്മാണ രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ചുടുകട്ടയും ഓടും ഉപയോഗിച്ചാണ് വലിയ നില കെട്ടിടങ്ങൾ പോലും നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ചന്തമാണ് ഈ കെട്ടിടങ്ങൾക്ക്. ഇവിടുത്തെ മറ്റൊരു വിശേഷം, ഇവിടെ എത്ര ദൂരം യാത്ര ചെയ്താലും റോഡിൽ ജനക്കൂട്ടമോ വാഹന സഞ്ചാര തടസ്സമോ കാണാറില്ല. ഒരിടത്തും ഒരു ട്രാഫിക് പോലീസിനെ പോലും കാണുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജനങ്ങൾ നല്ല വിദ്യാസമ്പന്നരും നിയമം നന്നായി പാലിക്കുന്നവരുമാണെന്ന്. ഓരോരുത്തരും നിയമമനുസരിച്ച് സഞ്ചരിക്കുന്നു, വാഹനങ്ങൾ ഓടിക്കുന്നു. അതുകൊണ്ട് ഒരിടത്തും ആർക്കും സമയനഷ്ടമോ തടസ്സങ്ങളോ ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ മറ്റൊരു വിശേഷം, ഇവിടെ കുഞ്ഞു കുട്ടികൾ മുതൽ 90 വയസ്സായവർ വരെ സൈക്കിളുകളിലാണ് സഞ്ചരിക്കുന്നത്. സൈക്കിൾ സവാരി ഇവരുടെ ഒരു ഹോബിയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും സൈക്കിൾ സവാരിക്കായി പ്രത്യേക ക്രമീകരണങ്ങളുണ്ട്. സൈക്കിൾ പാർക്കിങ്ങിന് വേണ്ടി പ്രത്യേക സ്ഥലവുമുണ്ട്. ഇവിടെ ഇപ്പോൾ വളരെ തണുപ്പാണ്, -ഡിഗ്രി ഒക്കെയാണ്. എങ്കിലും അതിരാവിലെ 5 മണി മുതലേ ഇവർ സൈക്കിൾ സവാരിയും വാക്കിങ്ങും എല്ലാം ആരംഭിക്കുന്നു. മിക്കവരുടെ കൂടെയും അവരുടെ വളർത്ത നായ കൂടി ഉണ്ടാകും. ആ നായകൾ പോലും എത്ര നന്നായിട്ടാണ് അവരുടെ യജമാനൻ്റെ കൂടെ പോവുകയും വരികയും ആ തണുപ്പിലും അവ പോയി വരുന്നത് കാണുക കണ്ണിന് കൗതുകകരമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ റെസ്റ്റോറൻറ്റുകൾ, വീടുകൾ, ഷോപ്പിംഗ് സെൻറ്ററുകൾ, ദേവാലയങ്ങൾ, അങ്ങനെ എല്ലാ കെട്ടിടങ്ങളും എപ്പോഴും ഡോർ ക്ലോസ്ഡ് ആണ്. കാരണം അമിതമായ തണുപ്പാണ്. അതുകൊണ്ട് ഒരിടത്തും നമുക്ക് ഒരാൾക്കൂട്ടമോ ഒരു തിരക്കോ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. വളരെ ശാന്തമായ പരിസരവും നല്ല സ്വച്ഛമായ പരിസരവുമാണ്. ഇവിടുത്തെ സിറ്റിയിൽ ഓരോ ഇന്ത്യൻ ഷോപ്പുകളും കാണാറുണ്ട്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ നല്ല സ്നേഹസമ്പന്നരും വാത്സല്യമുള്ളവരുമാണ്. എല്ലാവരും നന്നായി ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആരെ കണ്ടാലും പരിചയമുണ്ടേലും ഇല്ലേലും അവർ ചിരിക്കുകയും ഹായ് പറയുകയും വിഷ് ചെയ്യുകയും താങ്ക് യു പറയുകയും ചെയ്യുന്നു. ആരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകതകളാണ് എനിക്കിവിടെ കാണുവാൻ സാധിച്ചത്. ഇങ്ങനെ പോകുന്നു ഈ നാടിൻ്റെ മനോഹാരിത. ഇത് കണ്ണിന് കൗതുകകരവും മനസ്സിന് സന്തോഷം പകരുന്നവയുമാണ്.
നിങ്ങളുമായി പങ്കുവച്ച ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്ത യാത്രയുടെ വീഡിയോയുമായി കണ്ടുമുട്ടാം.